ശാരികയും ലക്ഷ്മിയും ലൈവിലിരുന്ന് സംസാരിക്കുകയാണ്. പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ അക്ബറിൻ്റെ കാര്യം വരുന്നുണ്ട്. അക്ബർ മനസ്സുകൊണ്ട് പാവമാണ്, പക്ഷേ പുള്ളി പ്രയോഗിക്കുന്ന ഭാഷ, പുള്ളി പുറത്തേക്ക് എടുക്കുന്ന ജസ്റ്റേഴ്സ്, ഇതെല്ലാമാണ് പുള്ളീനെ എന്താ പറയുക ഒരു ക്രൂരനാക്കുന്നതെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അനീഷിനെ പറ്റി ഒരു പ്രത്യേക കാര്യം ഇവിടെ ലക്ഷ്മി പറയുന്നുണ്ട്. ലക്ഷ്മി ഒബ്സർവ് ചെയ്തതും ലക്ഷ്മി അനീഷായിട്ട് സംസാരിച്ചതും മനസ്സിലാക്കിയതും. ലക്ഷ്മി പറയുന്നൊരു കാര്യം അനീഷിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനീഷിനെ ആദ്യമെല്ലാം അവോയ്ഡ് ചെയ്യണമായിരുന്നു. അനീഷ് കയറി വരേണ്ട റീസൺ പറയാണ്. അവോയ്ഡ് ചെയ്യാതെ പുള്ളീനെ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ പുള്ളി, അത് അനീഷിൻ്റെ ഒരു ഗെയിം പ്ലാൻ. അതിനുശേഷം ലക്ഷ്മി ശാരികയോട് ചോദിച്ചു, അനീഷിൻ്റെ ചെറുപ്പത്തിലുള്ളൊരു ഇൻസിഡൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, അത് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ചെറുപ്പത്തിൽ അത് അനീഷ് പറഞ്ഞാണ്. അനീഷ് അനിയനും കൂടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് അനിയനെ ഇങ്ങനെ തട്ടിയിടുന്നു. അപ്പോൾ ഒരു നീഡിൽ ഇവിടെ കയ്യിലേട്ട് കയറുന്നു. അതിനുശേഷം ഒരു സർജറി ചെയ്യേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷനിലെത്തുന്നു. അതിനുശേഷം ബന്ധുക്കളെല്ലാം അവിടെ വരുമ്പോൾ അനീഷിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. നീയല്ലേ ഇതിന് കാരണം എന്ന് പറഞ്ഞ് അനീഷ് ഒരു ട്രോമയിലോട്ട് പോകുന്നു. അപ്പോൾ പുള്ളിക്ക് സോഷ്യലൈസ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട്, ഒരു ഇനീഷ്യൽ ഒരു ഇതുണ്ട്. അതാണ് ഇവിടെയും. അപ്പോൾ സംസാരിക്കാൻ നമ്മളൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അനീഷ് എന്താ പറയുക മുൻകൈ എടുക്കില്ല. അനീഷ് ഉള്ളിലോട്ട് വലിഞ്ഞ് നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ സംസാരിച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ അനീഷ് പിന്നെ പതുക്കെ സംസാരിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ സംസാരിക്കുമെന്ന് ലക്ഷ്മി പറയുന്നു. അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ആദ്യം തന്നെ പുള്ളി പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പറയേണ്ടത് ഒരു ജഡ്ജ്മെൻറ്റിലാവാൻ പറ്റില്ല. പുള്ളി നിങ്ങൾ നോട്ടീസ് ചെയ്താൽ അറിയാമെന്ന് പറഞ്ഞ് ലക്ഷ്മി ശാരികയുടെ അടുത്ത് പറയണം. എപ്പോഴും അനീഷ് എന്താണ് ഈ നോമിനേഷനിലെല്ലാം ഏറ്റവും അറ്റത്ത് ചെന്നിരിക്കുന്നത്. അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്നു. ലക്ഷ്മി ഒരു ദിവസം ഇരുന്ന് പ്രശ്നം ഉണ്ടാക്കി, പിന്നെ ആതിര എന്ന് പറയുമ്പോൾ വന്നിരുന്ന പ്രശ്നം ഉണ്ടാക്കി. അത് പുള്ളിക്ക് ആദ്യം നോമിനേഷൻ പറയാനോ അല്ലെങ്കിൽ അറ്റത്തിരിക്കാനായിട്ടുള്ള നിർബന്ധ ബുദ്ധി കൊണ്ടല്ല. പുള്ളി കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ജഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരെ നോമിനേറ്റ് ചെയ്യണം എന്നുള്ള പുള്ളി കുറേ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് വെച്ചിട്ട് ആദ്യം തന്നെ അത് പറയാനായിട്ട് ഇതിലാണ് അവിടെ ചെന്നിരിക്കുന്നത്. ആരെങ്കിലും വേറെ ആൾ ഇരുന്ന് കഴിഞ്ഞാൽ അവരാദ്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഈ തോട്ടും കാര്യങ്ങളും ഈ ഡിസിഷൻസും ഇതെല്ലാം ചിലപ്പോൾ അത് താളം തെറ്റും. അതുകൊണ്ടാണ് പുള്ളി അവിടെ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ ലക്ഷ്മി പറയുന്നതാണ്. അത് റിയലാവണമെന്നില്ല. അപ്പോൾ ശാരികയ്ക്ക് അത് കേട്ടപ്പോൾ ഒരു പുതിയൊരു അതുകൊണ്ടാണല്ലേ എന്നുള്ള രീതിയിൽ ഒരു കാര്യം വരുന്നുണ്ട്. അപ്പോൾ ശാരിക പിന്നെയും ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നോട് അനീഷ് പറഞ്ഞത് സ്ത്രീകളുടെയും കൂടി തെറ്റ് കൊണ്ടാണ്, അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകൾ ഡിവോഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഡിവോഴ്സിലൊരു ജീവനാംശം ആവശ്യപ്പെട്ടിട്ടില്ല, എനിക്കത് വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അനീഷിന് എന്നോട് ഒരു ബഹുമാനം തോന്നി, ഞാനത് കണ്ടു എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ പല ആൾക്കാരെ പറ്റി ഡിസൈഡ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അനീഷിനെ പറ്റിയിട്ടുള്ള ഈ ഒരു പുതിയൊരു ഒബ്സർവേഷൻ അത് ചിലപ്പോൾ കറക്റ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. ലൈവിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നില്ല. നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കൂ. താങ്ക് യു.